അല്ല, ഞാനിപ്പോൾ 5 കൊല്ലമായിട്ടുണ്ടല്ലോ അവിടെ. എനിക്കത്ര വലിയ തിരക്കൊന്നും തോന്നുന്നില്ല. കാരണം 5 വർഷമായിട്ട് അവിടെ സജീവമായിട്ട് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. പുതിയതായിട്ട് വരുന്നവർക്കല്ലേ കുറച്ച് സമയമൊക്കെ ആവശ്യമുള്ളൂ. എനിക്കതിൻ്റെ ആവശ്യമില്ല. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഇപ്പോൾ വോട്ട് ചോദിക്കാൻ ഒരു ഔദ്യോഗിക സ്ഥാനാർത്ഥി അല്ലാത്തതുകൊണ്ട് വോട്ട് ചോദിക്കാൻ കഴിയുന്നില്ല. പക്ഷേ എല്ലാവർക്കും അറിയാം ഞാൻ തന്നെയാണ് സ്ഥാനാർത്ഥിയെന്ന്. അതുകൊണ്ട് ആ ഒരു പ്രശ്നം ഞങ്ങളെ ബാധിച്ചിട്ടില്ല. രണ്ടാമത്തത്, സമയം ഒട്ടും ലേറ്റായിട്ടുമില്ല. ഇലക്ഷൻ എന്നാൽ ആർക്കും അറിയില്ല. ഇലക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ ഫസ്റ്റ് സ്റ്റേജ് മിക്കവാറും ഏപ്രിൽ 20-ാം തീയതി ആയിരിക്കും. അതിന് ഇനിയും സമയമുണ്ടല്ലോ, ഇനിയും കിടക്കുകയല്ലേ. അപ്പോൾ ഈ ചൂടും ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് വൈകി തുടങ്ങുന്നതാണ് കുറേ കൂടെ നല്ലത്. അല്ല, ഇലക്ഷൻ ചൂട് വേണമല്ലോ. ചൂടില്ലാത്ത ഇലക്ഷൻ ഒരു ഇലക്ഷനാണോ? അപ്പോൾ ഞാൻ ഏതായാലും ചൂടേറിയ ഇലക്ഷനാണ് ഇതുവരെ എല്ലാം വിവരിച്ചിട്ടുള്ളത്. ചൂട് പറഞ്ഞ ഒരു ഇലക്ഷനും ഞാൻ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല. മിക്കവാറും മാർച്ച് 2-ാം തീയതിയോടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ലീഗിന്റെ 3-ാം സീറ്റിലെ ഇപ്പോൾ രാജ്യസഭാ സീറ്റ് കൊടുക്കുക എന്നുള്ളതാണല്ലോ ഒത്തുതീർപ്പ്. അതിലും കോൺഗ്രസിലൊരു വിഭാഗത്തിന് വലിയ എതിർപ്പുണ്ടെന്ന് പറയുന്നത്. പാർട്ടിയുടെ തീരുമാനം അന്തിമമാണ്. അത് ചിലർക്ക് ഇഷ്ടമുണ്ടാവാം, ഇഷ്ടക്കേടുണ്ടാവാം. അതൊന്നും ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമല്ല. പാർട്ടിയുടെ നയം പാർട്ടി പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ പേരിൽ ഇനിയൊരു തർക്കത്തിന് പ്രസക്തിയില്ല. തീർച്ചയായിട്ടും അവർ അവകാശപ്പെട്ടേ ചോദിക്കാറുള്ളൂ. എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ടാണ് പാർട്ടി നിലപാടെടുക്കാറ്. അപ്പോൾ ഈ കാര്യവും വളരെ ഭംഗിയായി തന്നെ തീരും. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇന്നലെ ശൈലജ ടീച്ചർ പറഞ്ഞത് ഈ CPM BJP ഒരു ധാരണ എന്നുള്ളത് പറയുന്നത് ഒരു പരാജയ ഭീതി കൊണ്ടാണെന്നാണ് പറയുന്നത്. ഇല്ല, ഇപ്പോൾ അവർ ജയിക്കുമെന്ന് പറയാൻ അവർക്ക് അവകാശമുണ്ടല്ലോ. കാരണം തോൽക്കുന്നത് വരെ ജയിക്കുന്നുള്ള ആത്മവിശ്വാസം എല്ലാവർക്കും നല്ലതാണ്. ഞങ്ങൾക്ക് അങ്ങനത്തെ സംശയമൊന്നുമില്ല. പക്ഷേ ഈ അന്തർധാര ഞങ്ങൾ അറിയുന്നുണ്ടെന്ന് വരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അത് ചിലവാവില്ല. പിന്നെ ഈ സാധാരണ ടീച്ചർമാർ കുട്ടികളോട് പറയും കോപ്പി അടിക്കരുതെന്ന് പറയും. ഇന്നലെ ഒരു കോപ്പി അടി നടന്നു, പക്ഷേ പോയി. ഞാൻ വട്ടിയൂർക്കാവ് MLA ആയിരിക്കുമ്പോഴാണ് വടകര മത്സരിക്കാൻ വന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിനിലാണ് അവിടെ വന്നിറങ്ങിയത്. ഇത് മിനിഞ്ഞാന്ന് വരെ വടകരയിലും കോഴിക്കോടൊക്കെ ഉണ്ടായിരുന്നവർ, ഒരാൾ ഫറൂഖിൽ നിന്ന് ട്രെയിൻ കയറി കോഴിക്കോട് വന്നിറങ്ങി, മറ്റൊരാൾ കോഴിക്കോട് നിന്ന് കയറി വടകര വന്നിറങ്ങി. ഏതായാലും അത് പോയി. അത്രേ ഞാൻ പറയുന്നു. ചർച്ചയാവും. കാരണം ഒരു മനുഷ്യനെ പച്ചയ്ക്ക് വെട്ടിക്കൊന്ന് ചർച്ച ചെയ്യണം. അതാണ് ഹൈക്കോടതി ഡബിൾ ജീവ വരുന്ന. അത് ചർച്ച ചെയ്യണ്ടേ? ഇപ്പം ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ആരൊക്കെ പോയി, അവരൊക്കെ സുഖമായിട്ട് നടക്കുന്നില്ല. ഇപ്പോൾ ഓരോ കോർപ്പറേഷൻ ചെയർമാൻ, ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് ഒക്കെ ഞങ്ങളുടെ നിന്ന് പോയതല്ലേ. ഇവിടെ ഒരാൾ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയപ്പോൾ അർദ്ധരാത്രി വെട്ടിക്കൊന്നു എന്ന് കോടതി പറഞ്ഞിട്ടുള്ള എന്താ? ഇന്നലെ ഈ കൊന്ന പല പ്രതികൾക്കും ചന്ദ്രശേഖരൻ ആരാന്ന് അറിഞ്ഞുകൂടാ. വാടക കൊലയാളികൾ. അപ്പോൾ ആര് നടത്തിയ പാർട്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന LDFൻ്റെ. അത് കാൻഡിഡേറ്റ് ആരാണെങ്കിലും ആ വിഷയം ചർച്ച ചെയ്യും. ഏത് കാര്യം ചർച്ച ചെയ്യാം, വികസനവും ചർച്ച ചെയ്യാം. പക്ഷേ 1-ാം സ്ഥാനം ചന്ദ്രശേഖരൻ്റെ കൊലപാതകം. ടീച്ചർ പറയുന്നത് ഈ ദേശീയ തലത്തിൽ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിനിടയിൽ ചന്ദ്രശേഖരനൊന്നും അങ്ങനെ വലിയൊരു വിഷയമല്ല. എന്താണ് ദേശീയ പോരാട്ടത്തിൽ CPMൻ്റെ പങ്കെന്താ? 2004 ഏറ്റവും കൂടുതൽ MP-മാരുണ്ടായ ഇടതുപക്ഷത്തിന്. അന്ന് എന്ത് ചെയ്തു? ആണവ കരാറിൻ്റെ പേരിൽ BJPയോടൊപ്പം ചേർന്ന് മൻമോഹൻ സിംഗിനെ താഴെ ഇറക്കാൻ നോക്കി. അതുകൊണ്ട് ചരിത്രം. എല്ലാ കാര്യവും നമുക്ക് ചർച്ച ചെയ്യാം. 2 മാസം ഉണ്ടല്ലോ, എല്ലാ കാര്യവും ചർച്ച ചെയ്യാം. ഈ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാനാണ് നേരത്തെ പറഞ്ഞ MP-മാരുടെ കാര്യത്തിൽ. പക്ഷെ അതിലെന്തെങ്കിലും മാറ്റം വരാൻ സാധ്യതകളുണ്ട്. ഇപ്പോൾ താങ്കൾ അവിടെ മത്സരിക്കുന്ന തത്വത്തിൽ തീരുമാനം കഴിഞ്ഞു. മറ്റെല്ലാ ഇടങ്ങളിലും അങ്ങനെയാണെന്ന് കരുതാൻ പറ്റുമോ? ആരെയും മാറ്റേണ്ട സാഹചര്യം ഇല്ല എന്നാണ് പൊതുവായിട്ടുള്ള വിലയിരുത്തൽ. ഏതായാലും അതൊക്കെ തീരുമാനിക്കേണ്ട ഹൈക്കമാൻഡാണ്. എൻ്റെ കാര്യം ഉൾപ്പെടെ. അല്ല, ഇപ്പോഴും ഈ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ പോലും ഒരു കൺഫ്യൂഷൻ നിൽക്കുന്നു. അതാണ് ഈ പട്ടികയിൽ ചില പ്രശ്നങ്ങൾ വരുന്നത്. ഞങ്ങൾക്ക് കൺഫ്യൂഷനൊന്നുമില്ല. അദ്ദേഹം തന്നെ മത്സരിക്കുന്നതാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. അതിൽ കൺഫ്യൂഷൻ്റെ അവകാശമില്ല. അദ്ദേഹത്തിന് താല്പര്യം കുറവുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ താല്പര്യ കുറവില്ല. അദ്ദേഹത്തിന് താല്പര്യ കുറവുണ്ടെങ്കിൽ ഞങ്ങളോടാണല്ലോ പറയുന്നത്. ഇതുവരെ ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. നിലവിൽ LDFന്റെ MP ഉള്ളത് ആലപ്പുഴയിൽ മാത്രം. അപ്പോൾ ആരിഫിനെ നേരിടാൻ എത്തുമെന്ന് പറയുന്നുണ്ട്. അതിൽ എന്തെങ്കിലും ചർച്ചകളോ? അല്ല, അതെല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യണ്ടേ? എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുക. അതൊക്കെ നമുക്ക് ആലോചിക്കാം. അതിൻ്റെ പേരിലൊന്നും ഡിലേ വരില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.